പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്കിട്ട കേസിൽ പ്രതി സുരേഷ് കുമാറിനെ കസ്റ്റഡിയിൽ വിട്ടു. നാളെ പ്രതിയുമായ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും ശ്രീകുട്ടിയെ പ്രതി ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടത്. ട്രെയിനിൽ കയറുന്നതിന് മുൻപ് കോട്ടയത്തെ 2 ബാറുകളിൽ നിന്നും സുരേഷ് കുമാർ മദ്യപിച്ചിരുന്നു. ശേഷമാണ് കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലുള്ള യാത്ര. കസ്റ്റഡിയിൽ കിട്ടിയ പ്രതിയെ റെയിൽവേ പോലീസ് നാളെ ഈ 2 ബാറുകളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ശേഷമാകും റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചുള്ള തെളിവെടുപ്പുകൾ നടത്തുക. ശ്രീകുട്ടിയെ ചവിട്ടിത്തള്ളിയിട്ട അയന്തി മേൽപ്പാലത്തിന് സമീപമെത്തിച്ചും പ്രതിയെ തെളിവെടുപ്പ് നടത്തും. സുരേഷ് കുമാറും സുഹൃത്ത് ലാലുവും ഒരുമിച്ചാണ് ഈ മാസം 2-ാം തീയതി തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തത്. ലാലുവിന് ട്രെയിനിൽ സീറ്റ് ലഭിച്ചെങ്കിലും സുരേഷ് കുമാറിന് കിട്ടിയില്ല. തുടർന്നാണ് ശുചിമുറിക്ക് സമീപത്തേക്ക് പോയതും പുകവലിക്കാൻ ആരംഭിച്ചതും. ഇവിടെ വെച്ചാണ് ട്രെയിനിന്റെ വാതിൽപ്പടിയിലിരുന്ന ശ്രീകുട്ടിയും അർച്ചനയും ഇയാളെ ചോദ്യം ചെയ്തത്. മാറി നിന്നില്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് ഇവർ പറഞ്ഞതോടെ ശ്രീകുട്ടിയുടെ മുതുകിൽ ഇയാൾ ആഞ്ഞു ചവിട്ടി. പ്രതി പിടിയിലായെങ്കിലും ഇയാൾക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് റെയിൽവേ പോലീസ്. നേരത്തെ പ്രതി പെൺകുട്ടികളെ ആക്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും റെയിൽവേ പോലീസിന് ലഭിച്ചിരുന്നു. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ശ്രീകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്.